പാർക്കിൻസൺസ് രോഗം ഇതേക്കുറിച്ച് എറണാകുളം വെൽകെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജേക്കബ് ചാക്കോയുമായി അഭിമുഖം. നമ്മുടെ തലച്ചോറിന് ഒരുപാട് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏത് പ്രവർത്തനവും നിയന്ത്രിക്കുന്ന തലച്ചോറാണ്. ഇപ്പോൾ നമ്മുടെ ചലനങ്ങളായാലും ശരി, നമ്മുടെ ചിന്തകളാണെങ്കിൽ പോലും, ഇപ്പോൾ കൈ ചലിപ്പിക്കുന്നത് പോലും നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് അതെങ്ങോട്ടാണ് കൈ പോകേണ്ടത് എന്നുള്ളത് വരെ, കേൾവി, കാഴ്ച, ഇങ്ങനെ വളരെ സങ്കീർണമായ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. പിന്നെ തലച്ചോറ് ഇതിന് ആശയവിനിമയങ്ങൾ നടത്തുന്നത് ന്യൂറോൺസ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്നുള്ളതാണ് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പാർക്കിൻസൺ രോഗം, വിറയൽ രോഗം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ സാധാരണക്കാരുടെ ഭാഷയിൽ അറിയപ്പെടുന്നത്. ഒരു രോഗം മാത്രമല്ല, ഒരു പോരായ്മ മാത്രമല്ല എന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ കൂടുതൽ വിശകലനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. വിറയൽ രോഗം എന്ന് നാട്ടിൽ പറയുമെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടം രോഗങ്ങളാണ് പാർക്കിൻസോണിസം എന്നുള്ള ആ അവസ്ഥയിൽ വരുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥ എങ്ങനെ നമുക്ക് ഉണ്ടാകുന്നു? ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ രോഗിക്ക് ഒരുപാട് സഹായങ്ങൾ ചിലപ്പോൾ അവരോടൊപ്പം ജീവിക്കുന്നവർ നൽകേണ്ടി വരും. ചെറുപ്പകാലങ്ങളിലും ഉണ്ടാകാം ഈ രോഗം. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും കാണുന്നത് മുതിർന്ന പ്രായക്കാരിലാണ്. ഒരു 60-65 വയസ്സിന് ശേഷമാണ് പലപ്പോഴും ഇത് കാണുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കാം? അവർക്ക് ഇതിനുള്ള ചികിത്സ എന്താണ്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഈ പാർക്കിൻസൺ രോഗം ഒരു രോഗിക്ക് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ പാർക്കിൻസൺ ഡിസീസിൻ്റെ 3 ഘടകങ്ങളുണ്ടെങ്കിലും അതിൽ 2 ഘടകങ്ങളാണ് ഏറ്റവും ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ്. അതായത് സ്ലോനെസ്, ചലനത്തിലുള്ള സ്ലോ. രണ്ടാമത് ഈ വിറയൽ, അതായത് വെറുതെ ഇരിക്കുമ്പോൾ അതിന് റെസ്റ്റിംഗ് ട്രെമേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ സ്ലോനെസ് പലപ്പോഴും നമ്മൾ ഇനീഷ്യലി അത് ഓവർലുക്ക് ചെയ്യും. അതായത് ആദ്യത്തെ കുറച്ച് നാൾ പറയും റിട്ടയർ ആയി, ആളിത്തിരി പതുക്കെയായി, പഴയ പോലെ അല്ല, വയസ്സായതിൻ്റെ ഒരു ലക്ഷണമാണ്, സോ സ്ലോ ആയി. അപ്പം പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാൻ ഈ സ്ലോനെസ് നമ്മൾ വിചാരിക്കും ആള്, അല്ലെങ്കിൽ പറയും കുറച്ച് റിട്ടയർ ആയതിൻ്റെ സങ്കടമായിരിക്കും, വയസ്സായി, അങ്ങനെ വിചാരിച്ചിരിക്കും. അപ്പോൾ സ്ലോനെസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ. സ്ലോനെസ് പല ഇതിലാണ്. നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റിയിൽ പണ്ട് നല്ല പ്രസരിപ്പോടെ മുന്നോട്ട് പോയിരുന്ന ആൾ ഇപ്പം കുറച്ച് പതുക്കെയായി, നടത്തം പതുക്കെയായി, ചിലപ്പോൾ തിരിയുമ്പോൾ ഒന്ന് വേയിച്ചു പോകും. അതായത് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഘടകം കൂടി ഉള്ളത് ബാലൻസ് ആണ്. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വിറയ്ക്കും. ഈ റെസ്റ്റിംഗ് ട്രെമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം പല തരത്തിലുള്ള വിറയൽ ഇതുണ്ട്. അത് ഒരെണ്ണമാണ് ഈ എസെൻഷ്യൽ ട്രെമറിലെ വിറ. അതായത് നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ കൈ വിറയ്ക്കും, അല്ലെങ്കിൽ ഒരിടത്ത് പോയി ഇങ്ങനെ സംസാരിക്കാൻ നേരം വിറയ്ക്കും. അത് ഒരു വ്യത്യസ്തമായ കാര്യമാണ്. പലപ്പോഴും പേഷ്യന്റ് വന്ന് നമ്മോട് ചോദിക്കും ഇത് എന്തായിരിക്കുമെന്ന്. കാരണം എല്ലാവർക്കും ഒരു ഭീതിയാണ് ഈ പാർക്കിൻസനെ കുറിച്ച്. കാരണം ഈ പാർക്കിൻസൺ വന്നു കഴിഞ്ഞാൽ പലർക്കും അറിയാം, അയ്യോ ഇത് കുറേ നാൾ മാറാ രോഗമാണ്, അപ്പോൾ ഇത് ഇനി കുറേ നാൾ മരുന്ന് കഴിക്കണം, ഇത് വളരെ നാൾ മരുന്ന് കഴിക്കേണ്ട ഇതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കാം. പക്ഷേ ഇതിൽ 2 ഘടകങ്ങളും വേണം. റെസ്റ്റിംഗ് ട്രെമറും വേണം, അതായത് വെറുതെ ഇരിക്കുമ്പോൾ ഉള്ള വിറയലും വേണം. അതിന്റെ കൂടെ നടക്കാനും ഈ പറയുന്ന സ്ലോനെസ് ആക്ടിവിറ്റീസിലുള്ള അത് തന്നെ, അത് ഫ്രീസിംഗ് എന്നൊക്കെ പറയാം. അത് കുറച്ചും കൂടി ഇതാണ്. അപ്പൊ ഇനീഷ്യലായിട്ട് വരുന്നത് ഈ നടക്കുമ്പോൾ സ്ലോ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൂടുതൽ. അതായത് ഇപ്പം ഒരു ജോലി ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കുന്നു, ബാത്റൂമിൽ പോരാൻ കുറച്ച് സമയം എടുക്കുന്നു, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ സമയം എടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന സ്ലോനെസ്. അപ്പൊ ഇത് രണ്ടും ചേർന്നതാണ്, അതാണ് ഇതിന്റെ മോട്ടോർ പാർട്ട്, ചലന സംബന്ധമായിട്ടുള്ള ഇത്. ഈ പാർക്കിൻസന്റെ ഈ മോട്ടോർ പാർട്ടിനേക്കാളും പലപ്പോഴും ഇതിനെ ഇപ്പൊ പറയുന്ന നോൺ മോട്ടോർ സിംറ്റംസ് എന്ന് പറയും. അതായത് ചലനത്തിനോട് ഇത് ബന്ധമല്ലാത്ത ഈ നോൺ മോട്ടോർ എന്ന് പറയും. അതായത് അതായിരിക്കും പലപ്പോഴും ഈ പേഷ്യന്റിന് മിക്കപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, അവരോട് ചോദിക്കുമ്പോൾ ഇതെനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അതിലൊരു ഉദാഹരണമാണ് മണം പോവുക, സ്മെല്ലില്ലാതിരിക്കുക, പിന്നെ ഈ മലബന്ധം അതുണ്ടാകുക, പിന്നെ ഉറക്കത്തിൽ ഇടയ്ക്ക് ഞെട്ടി എഴുന്നേൽക്കുക. അപ്പോൾ അവരെ വൈഫ് പറയും ഇടയ്ക്കിടയ്ക്ക് പുള്ളി രാത്രി ഇങ്ങനെ നിലവിളിച്ച് സ്വപ്നം കണ്ട് എഴുന്നേക്കും. അതിന് ഈ RBD എന്ന് പറയും. അപ്പം ഇതൊക്കെ ഇതിനൊരു മുൻ ലക്ഷണങ്ങളാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പാർക്കിൻസൺ ഒരു ഡയഗ്നോസിസ് തന്നെ 1-2 കൊല്ലം. കാരണം ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയതുകൊണ്ട് പലപ്പോഴും പലരും ഇത് അവഗണിക്കും. ചെറിയ ചെറിയ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവർ നിസ്സാരവൽക്കരിക്കും, അതായത് പ്രാധാന്യം കൊടുക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു സിംറ്റം,
അതായത് ഈ ചലന സംബന്ധമായ സിംറ്റം വരുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ അറിയാലോ പാർക്കിൻസൺ എന്ന് പറയുന്നത് മെയിൻലി ഈ ഡോപ്പമിൻ ന്യൂറോൺസിന്റെ പ്രവർത്തനക്കുറവാണ്. അതായത് ഞാൻ എപ്പോഴും പറയും ആർക്ക് പാർക്കിൻസൺ വരാം, എല്ലാവർക്കും നമ്മൾ ഈ പ്രായമാകുമ്പോൾ ഡോപ്പമിൻ കുറയും. ഇന്ന് എനിക്കുള്ള ഡോപ്പമിൻ ആയിരിക്കില്ല നാളെ, ഒരു 5 years അതിൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞിരിക്കും. അപ്പോൾ ഡോപ്പമിൻ ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പ്രായമാകുന്നതാണ്. അപ്പോൾ ഈ പ്രായമാകുമ്പോൾ ഈ ഡോപ്പമിൻ കുറയുന്നത് ഡോപ്പമിൻ മാത്രമല്ല വേറെ നമ്മുടെ ഇതുണ്ട്, അതായത് അസറ്റൈൽ കൊളൈൻ, അങ്ങനെ നോറെഡ്രിനൽ, അങ്ങനെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനും വ്യത്യാസം വരും. അപ്പം ഈ പാർക്കിൻസനെ തന്നെ നമ്മളിപ്പോൾ പല ടൈപ്പായിട്ട് ഇപ്പം തിരിക്കാൻ നോക്കുന്നു. ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അപ്പോൾ ഈ ക്ലിനിക്കൽ ഡയഗ്നോസിസിന് നമ്മളിങ്ങനെ സബ് ടൈപ്പ് ചെയ്ത് കുറച്ചും കൂടി ഫൈൻ, അതായത് ഓരോരുത്തരുടെയും നമ്മളൊരു ടൈലർ മെയ്ഡ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ലക്ഷണങ്ങൾ. അതെ. അപ്പൊ അതനുസരിച്ച്, കാരണം ഇപ്പൊ എല്ലാവർക്കും പാർക്കിൻസൺ ഡിസീസ് വന്നു, എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെയും സിംറ്റം അനുസരിച്ചും അവർക്ക് ഏതാണ് പ്രോബ്ലം, അതായത് ഇപ്പം പുതിയ ടൈപ്സ് ആയിട്ട് നമ്മളിങ്ങനെ പറയുന്ന പാർക്കിൻസൺ ഈ ഓട്ടോണോമിക് ടൈപ്പ് ഉണ്ട്, സ്ലീപ്പ് ടൈപ്പ്, അതായത് ചിലർക്ക് ഉറക്കത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ, ചിലവർക്ക് എഴുന്നേൽക്കുമ്പോൾ ബാലൻസ് പോവുക, BP ഇങ്ങനെ കുറഞ്ഞു പോവുക, ചിലർക്ക് ദുസ്വപ്നങ്ങൾ കാണുക, അങ്ങനെ പല വിധങ്ങൾ വരും. അപ്പം ഈ മോട്ടോർ സിംറ്റംസ് എല്ലാവർക്കും ഏതാണ്ട് ഒരു സമയമാണെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകും. ചിലർക്ക് മെമ്മറി ഇഷ്യൂസ് കൂടുതൽ വരും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എവറി മെഡിസിൻ, പാർക്കിൻസന്റെ മരുന്നിന് അതിന്റെ നല്ല വശങ്ങളുണ്ട്, ഒത്തിരി മോശം വശങ്ങളുണ്ട്. അത് അസുഖം കാലക്രമേണ അതിന്റെ സൈഡ് എഫക്ട്സ് കൂടാനും സാധ്യതയുണ്ട്. അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ ഈ പേഷ്യന്റിനെ കാണുമ്പോൾ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ മരുന്നുകളിൽ മാറ്റങ്ങളും അത് വരുത്തേണ്ടത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ലക്ഷണങ്ങൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പോലും ഇവരെ പരിചരിക്കുന്നവർ അതിനെക്കുറിച്ചൊരു ശ്രദ്ധ കൊടുക്കുന്ന എപ്പോഴും നല്ലതല്ലേ? അതായത് പ്രത്യേകിച്ചും ആ വ്യക്തിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാൻ പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ച് ഒന്ന് പ്രായ കൂടുതലായിരിക്കും, മറ്റൊന്ന് കൂടെ ഇരിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ കൂടെ താമസിക്കുന്നവർക്കായിരിക്കും അത് എന്തൊക്കെ മാറ്റങ്ങൾ പെട്ടെന്ന് വന്നു എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ ഈ വരുന്ന മാറ്റങ്ങൾ ഡോക്ടർ പറഞ്ഞു ഓരോന്നിനും പ്രത്യേകം നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ മരുന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കൂടാതിരിക്കാൻ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഡോപ്പമിൻ്റെ കാര്യം പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അതിൽ ചിലവർക്ക് ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടല്ലോ. നാച്ചുറലി ഈ അസുഖം അതൊരു കൂടി വരും. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഈ ഡിസീസ് ആയിരിക്കുമ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ചിലവർക്ക് മെമ്മറി ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓർമ്മശക്തിയുടെ. അപ്പോൾ ഈ പാർക്കിൻസന്റെ ഒരു ഗ്രൂപ്പ്, അപ്പോൾ ഒരു ഡിമെൻഷ്യ സബ് ടൈപ്പ് എന്ന് വേണേൽ പറയാം. അതായത് അപ്പോൾ ഇതിൽ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില മരുന്നുകൾ, അപ്പം ഈ പാർക്കിൻസന്റെ ഓരോ മരുന്നുകൾ, അതായത് ലിവഡോപ്പയുണ്ട്, ആന്റികോളിനർജിക്സ് ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഈ ട്രമർ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഈ ട്രൈഎക്സിഫിൻ ആന്റികോളിനർജിക് മരുന്നുകളാണ്. പക്ഷേ അത് ഈ മെമ്മറി ഇഷ്യൂസിനെ കൂട്ടും. അങ്ങനെയുള്ള മരുന്ന്, അതായത് ചില മരുന്ന് ചില സബ് ടൈപ്സിന് കൊടുക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻ സൈഡ് ഇഫക്റ്റ് ഇത് ആദ്യം അത് നല്ല ഫലം ചെയ്യുമെങ്കിലും പിന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ കൂടുതലായിരിക്കും. നമുക്ക് ഇപ്പോൾ ഇന്ന് പാർക്കിൻസണായി ഒരു 8 years കഴിഞ്ഞ് വരാനുള്ള ഒരു മെമ്മറി ഇഷ്യൂസ് ആയിരിക്കും നമ്മൾ ഈ മരുന്ന് കൊണ്ട് അത് അൺവീൽ ചെയ്യുന്നത്, അതായത് അത് പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ താങ്കൾ ചോദിച്ചു ഇപ്പം വിഷാദ രോഗം, അപ്പം ഉപയോഗിക്കുന്ന പ്രാമിപെക്സോൾ, ഒരു ഡോപ്പ അഗണിസ്റ്റ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അത് വിഷാദത്തെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു മൂവ്മെന്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പാർക്കിൻസൺ സ്പെഷ്യലിസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങളുണ്ട്, ഓൾ ദിസ് മെഡിസിൻ. ആ മെഡിസിൻസ് അതിൻ്റെ പ്ലസ് മൈനസസ് അറിയണം. നമ്മൾ അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ടൈലർ മെയ്ഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഓരോ രോഗിക്കും ഉണ്ടാകുന്ന ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ താങ്കൾ ആ ഫസ്റ്റ് ചോദിച്ചതുപോലെ ഇപ്പോൾ ഈ കെയർ ഗിവർ നമ്മളിപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പലപ്പോഴും ഈ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ താങ്കൾ ആദ്യം പറഞ്ഞ പോലെ ചലനത്തെക്കുറിച്ചുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഡോക്ടർ എന്ത് ചെയ്യും, അങ്ങനെ ഒരു വിചാരമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയും ദിസ് ഈസ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണ്ട ഒരു അസുഖമാണ്. ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഈ ഐഡിയലി ഒരു പാർക്കിൻസൺ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റ് ആയിട്ട് കാണുക, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കർ, ഇതെല്ലാം ഒരു കൂട്ടുചേർന്ന് വരുമ്പോഴാണ് ആ പേഷ്യന്റ് നല്ല ബെനിഫിറ്റേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്ന
ചെയ്യാവുന്ന ഒന്നെന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുക. ഇപ്പോൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യനെയർ ഉണ്ട്. നമ്മൾ ഈ പേഷ്യന്റ് പുറത്തിരിക്കുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യനെയർ ചോദ്യാവലി ഉണ്ടാക്കുക, അതിൽ ഇങ്ങനെ ആൻസർ ചെയ്യുക എന്തൊക്കെയോ ഉണ്ടെന്നുള്ള. അപ്പം അവർക്ക് മനസ്സിലാവും, കാരണം പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും. അപ്പം ആൻസൈറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടോ, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ. അപ്പം ഇങ്ങനെ ഈ ക്വസ്റ്റ്യനെയർ കാണുമ്പോഴാണ് അവർക്ക് ഓക്കെ ഇത് എനിക്കൊരു പ്രോബ്ലം ആണല്ലോ, അത് അവർ ടിക്ക് ചെയ്യുക. ചികിത്സിക്കുന്ന ഡോക്ടറിന് അതനുസരിച്ച് ഹി ക്യാൻ പ്ലാൻ. കാരണം ഈവൻ ദ കെയർ ഗീവറിനും അത് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും അപ്പൊ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യനേഴ്സ് ഇപ്പൊ വരുന്നുണ്ട്. കാരണം നൗ ഇറ്റ് ഇസ് മോർ ഈസി. സോഫ്റ്റ്വെയർ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവരിൽ ഒരു പാഡോ അങ്ങനെ കൊടുത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. അത് കഴിയുമ്പോൾ ഒരു ഡോക്ടർ വിൽ ബി വെൽ പ്രിപ്പയർഡ് ടു ഇന്റർവ്യൂ ദ പേഷ്യന്റ്. എങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങൾ ഈ വ്യക്തിക്കുണ്ട്, ഏതൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് വരെ ഡോക്ടറിന് തിരിച്ചറിയാൻ പറ്റും. അപ്പം നമുക്ക് അതനുസരിച്ച് ചികിത്സയും നമുക്ക് നൽകാം. പിന്നെ അത് കഴിഞ്ഞ് ഫോളോ അപ്പിലും വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മളൊരു മരുന്ന് കൊടുത്തു, ആ മരുന്ന് കൊടുത്ത് നമ്മൾ പലപ്പോഴും കണ്ടു ഇപ്പൊ ലിവഡോപ്പയാണ് ഏറ്റവും നല്ല മരുന്ന് പറഞ്ഞാലും ചിലവർ ഒട്ടും ടോളറേറ്റ് ചെയ്യില്ല. അപ്പം ഛർദ്ദിക്കാൻ പറ്റില്ല വരും. പിന്നെ ചിലപ്പോൾ ബ്രാൻഡ് മാറ്റി കൊടുത്താൽ ഇത് വരും, കുറച്ചൊരു നമ്മൾ ആ സൈക്കോളജിക്കൽ ഒരു ഇഷ്യൂ വരും. ഇത് ഈ മരുന്ന് കാണുമ്പോൾ തന്നെ പേടി. അപ്പോൾ നമ്മളൊരു ബ്രാൻഡൊക്കെ മാറ്റി ചിലപ്പം അത് രക്ഷപ്പെടും, ചിലപ്പോൾ അത് മാറില്ല. സോ ദെൻ വി ഹാവ് ടു ചേഞ്ച്. അപ്പം അത് ഫോളോ അപ്പിൽ നമ്മൾ അതെല്ലാം അഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഓരോന്ന് കൺസേൺ ഇത് എടുത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഡോക്ടർ ഇത്രയും പറഞ്ഞതിൽ നിന്നുള്ള ഒരു പ്രസക്തി എന്ന് വെച്ചാൽ ഇപ്പോൾ പാർക്കിൻസൺസ് രോഗി ഡോക്ടർ തന്നെ സൂചിപ്പിച്ചത് പ്രോഗ്രസീവ് ഡിസീസ്, അതായത് രോഗം ഇങ്ങനെ കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കൃത്യമായിട്ട് ചികിത്സ കൊടുത്തില്ലെങ്കിൽ. അതേപോലെ തന്നെ ഒരു പ്രശ്നം മാത്രമല്ല, പല പ്രശ്നങ്ങൾ ആ രോഗിക്ക് ഉണ്ടാകാം. ആദ്യം തുടങ്ങുന്ന പ്രശ്നമായിരിക്കില്ല പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു തുടർ ചികിത്സയുടെ പ്രസക്തി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പാർക്കിൻസൺസ് രോഗി ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് ഒരു മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ചികിത്സ. വളരെ ശരിയാണ്. ഇതില് ഒരു പേഷ്യന്റ്, അതായത് ഒരു പാർക്കിൻസൺ പേഷ്യന്റ് നമ്മളൊരു സ്പെഷ്യൽ ടൈം തന്നെ കൊടുക്കണം. അപ്പൊ സാധാരണ നമ്മൾ ഇപ്പം നമ്മുടെ ഈ തിരക്കേറിയ OPD ഒരു ദിവസം കാണുന്ന, അപ്പം നമ്മളൊരു 10 to 15 മിനിറ്റ്സ് എങ്കിലും ഒരു പേഷ്യന്റിനോട് ചെലവഴിച്ചാൽ മാത്രമേ നമുക്ക് എളുപ്പമായിട്ട് ഇത് കാര്യങ്ങൾ നടത്താൻ പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞ ഈ ആദ്യം ഒരു പേഷ്യന്റിനെ കുറിച്ച് കുറച്ച് അവർക്ക് എന്താ ഇഷ്യൂസ് എന്നുള്ളതൊക്കെ നമ്മളൊരു എഴുതിയെടുപ്പിക്കുക. പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു അസിസ്റ്റന്റിനെ കൊണ്ട് അവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുക. എന്നിട്ട് അവരുടെ ഓരോ പ്രോബ്ലവും നമ്മൾ അത് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം 2 രീതിയിലാണ് അത് മാറുന്നത്. ഒന്ന്, ഈ നമ്മൾ മരുന്ന് കഴിച്ചു, മരുന്നിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് പോയി, പിന്നെ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടിയില്ല. അപ്പോൾ അതിന് കാരണം ഉണ്ടാകും. ചിലപ്പം ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചിട്ടായിരിക്കും. കാരണം ലിവഡോപ്പ പോലുള്ള ചില മരുന്ന് ഭക്ഷണം എംപ്റ്റി സ്റ്റൊമക്കിൽ മിനിമം കഴിക്കണം. അത് പലർക്കും അറിയത്തില്ല. വെറും വയറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ്സ് മുമ്പ് കഴിച്ചാലേ ഇതൊരു പ്രോട്ടീനാണ്. അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ അതിന് എഫക്റ്റ് കിട്ടുള്ളൂ. ചിലവർക്ക് മരുന്ന് കഴിച്ചാൽ എഫക്റ്റേ വരത്തില്ല ഫുഡിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ മരുന്നിന്റെ ആ ഒരു ഹണിമൂൺ ഫേസ് ഉണ്ട്. അത് ആദ്യത്തെ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ നിൽക്കും. പിന്നെ അതിന്റെ അളവ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിന്റെ അളവ് കുറയുന്നതനുസരിച്ച് മരുന്ന് കൂടുതൽ വേണ്ടി വരും. പിന്നെ ചിലവർക്ക് ഈ ഡിസ്കൈനസിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആടുന്നത്, അപ്പം അത് പെട്ടെന്ന് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കിയാൽ അത് ഓരോ ഗ്രൂപ്പ്, നമുക്ക് ഇന്ന ആൾക്കൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് പുതിയ റിസർച്ചിലൊക്കെ ഈ ജെനറ്റിക്സ് അങ്ങനെ ഒത്തിരി ഫാർമക്കോളജി ഇത് ഒത്തിരി പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് എവറി ടൈം നമ്മൾ ഈ പേഷ്യന്റ്, കാരണം നമ്മളൊരു പാർക്കിൻസൺ ഐഡിയലി ഇപ്പൊ പുറത്തൊക്കെ അവരെ ഒരു 8 അല്ലെങ്കിൽ 9 മാസം അതിന്റെ ഇടയ്ക്ക് ഒരു പാർക്കിൻസൺ നേഴ്സ് അവരെ ഫോളോ അപ്പ് ചെയ്യും. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ഐഡിയലി ഒരു 3 to 4 മന്ത്സിലെങ്കിലും ഒരിക്കൽ കാണണം. പിന്നെ അവർക്കൊരു നമ്മുടെ ഒരു കോൺടാക്ട് കൊടുത്ത് എന്തെങ്കിലും ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യണം. ഒരു മൾട്ടി ഡിസിപ്ലിനറി ഒരു ടീം വർക്ക് ആണ് ഈ ഒരു മാനേജ്മെന്റ് ഓഫ് പാർക്കിൻസൺ. പിന്നെ ഞാൻ പലപ്പോഴും അവരുടെ അതർ പ്രോബ്ലംസും നമ്മൾ നോക്കണം, മറ്റു പ്രശ്നം. കാരണം ഇപ്പൊ ചിലപ്പോൾ ഹൈ റിസ്ക് ഓഫ് ഫോൾ ആയിരിക്കും ഈ പേഷ്യന്റ്. അപ്പൊ നമ്മൾ അവര് നോക്കുമ്പോൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, ഈ മരുന്നുകൾ അവർ കഴിക്കുന്നത് എല്ലാം ദയവായി ആദ്യമേ എഴുതി അവിടെ വെക്കണം. അപ്പം പേഷ്യന്റ് പലപ്പോഴും അവർ സ്വന്തം കഴിക്കുന്ന മരുന്നുകൾ പലപ്പോഴും ഓർത്തെടുക്കില്ല, കഴിക്കുക. അപ്പൊ ഇതിന് പലതും ഈ പാർക്കിൻസണിന് അതായത് അതിന് ഒരു ആന്റി പാർക്കിൻസൺ എഫക്ട്, ചില മരുന്നുകൾ ഇങ്ങനെ കഴിച്ചാൽ തന്നെ നമ്മുടെ ഡോപ്പമിൻ പെട്ടെന്ന് പോകും. എസ്പെഷ്യലി ചില സൈക്കാട്രിക് മരുന്ന്, ചില ഈ ബാലൻസിനുള്ള മരുന്ന്, ചില മൈഗ്രെയിൻ മരുന്ന്, ഇതെല്ലാം അങ്ങനെ ഉണ്ടാക്കാം. ഇത് നമ്മൾ നിർത്തുമ്പോൾ തന്നെ ആ പേഷ്യന്റിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സോ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതാണ് ഈ ബാലൻസ് ഉള്ള വീഴാനുള്ള സാധ്യത. അപ്പൊ ഇപ്പോഴത്തെ ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഈ ഡബിൾ ആന്റിപ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ വീണ് കഴിഞ്ഞാൽ ഈ ബ്ലീഡിംഗ് റിസ്ക്കും ഇതെല്ലാം കൂടും. ഫോൾ വന്നാൽ അവർക്ക് കൂടുതൽ പ്രശ്നമാവും. അപ്പൊ നമ്മൾ അത് നിൽക്കില്ല. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ഡോക്ടേഴ്സിനടുത്ത് അവരോട് കൺസൾട്ട് ചെയ്യാൻ പറയും, ഇത് ഒരു സിംഗിൾ ആക്കാൻ പറ്റുമോ അങ്ങനെ. സോ
ഒരു ആളെ മാനേജ് ചെയ്യുന്നല്ല, യു ഹാവ് ടു ബിക്കം മോർ ലൈക്ക് എ ഫാമിലി ഫിസിഷ്യൻ, ഒരു പാർക്കിൻസൺ ഡോക്ടർ. പലപ്പോഴും അങ്ങനെ ചെയ്യണം, ഇന്ന മരുന്ന് കഴിക്കുന്നു. അപ്പം ഇപ്പം പലപ്പോഴും അവർ നമ്മോട് ചോദിക്കും, പാർക്കിൻസൺ രോഗിക്ക് തന്നെ മറ്റു പല അസുഖങ്ങളും ഉണ്ടാകാം. യെസ്, അപ്പൊ ആ അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നും ഇതായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അതെ, ഈ മരുന്ന് തമ്മിൽ പ്രവർത്തിച്ചിട്ട് ചിലപ്പോ ഒന്ന് മറ്റൊന്നിനെ വഷളാക്കുന്ന രീതിയിലും വരാം. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി അത് പലപ്പോഴും പേഷ്യന്റ് ചോദിക്കില്ല, നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അത് വേറെ മരുന്ന് കഴിക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ശരിക്കും രോഗികളും അവരുടെ കെയർ ഗീവേഴ്സും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്തൊക്കെയാണ് നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണുമ്പോൾ ചോദിക്കേണ്ടത്, എന്തൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് വരണം. അപ്പം നമ്മൾ പലപ്പോഴും പറയും അവരുടെ പഴയ റിപ്പോർട്ട്സും അതെല്ലാം കൊണ്ടുവന്ന് അത് കണ്ട് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിയാലേ ഒരു ഗുഡ് ഔട്ട്കം ഉണ്ടാവുള്ളൂ, നല്ലൊരു ചികിത്സ കിട്ടും. ഡിസീസ് പ്രോഗ്രസ് ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ പറയും നല്ല ആയിട്ട് ഇങ്ങനെ നമുക്ക് പല ഈ പ്രോഗ്രഷൻ തന്നെ പലവരും ഡിഫറെൻ്റ് ആയി. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ പറയും പാർക്കിൻസൺ വിൽ പ്രോഗ്രസ് ഇങ്ങനെ. പക്ഷേ ദർ ആർ വളരെ പതുക്കെ പ്രോഗ്രസ് ചെയ്യുന്നവരുണ്ട്. ഒരു 10 to 15 ഇയേഴ്സിൽ ദേ ആർ നോട്ട് വെരി ബാഡ്, ഏറ്റവും ചെറിയ ഡോസിൽ തന്നെ. അതെ, അവർക്ക് കൃത്യമായ മരുന്നും കൃത്യമായ ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു 1-2 കാര്യങ്ങളാണ് ഞാൻ ഈ പ്രോഗ്രഷനിൽ കുറയ്ക്കുന്നത്. ഒന്ന്, ഡെഫിനറ്റ്ലി ഇതിനൊരു ജനറ്റിക് ബേസ് ഉണ്ട്, ജനിതക ഘടകമുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ഈ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഫൈറ്റിംഗ്. അപ്പൊ ഇതൊരു വലിയ അസുഖമാണ് മനസ്സിലായി നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറയാ ഈവൻ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ആളെ ഒന്ന് പെപ്പപ്പ് ചെയ്യേണ്ടി വരും. ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. സോ യു ഹാവ് ടു ഗീവ് ദം ഒരു ഹോപ്പ് കൊടുക്കേണ്ടി വരും. ആ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. പിന്നെ ഈ പോസിറ്റീവായിട്ട് നല്ലതായിട്ട് ഉറങ്ങുക, സ്ട്രെസ് കുറയ്ക്കുക, ആക്ച്വലി ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുക, എക്സസൈസ്, ഇങ്ങനെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർക്ക് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. നല്ല ഭക്ഷണം, ഈറ്റ് ഹെൽത്തി എന്ന് പറയും. പിന്നെ ഈ എക്സസൈസ്, നടക്കാൻ പോവുക. ആക്ച്വലി ഈ നടക്കുന്നതും ഇത് പറഞ്ഞ 4-5 കൂട്ടം എല്ലാ അസുഖത്തിനും നല്ല, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ഡിമെൻഷ്യ, ഇതന്നെ. അപ്പൊ ഇത് ചെയ്യുന്നവർക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയും അത് പ്രോഗ്രസ് ചെയ്യാനുള്ള സ്പീഡും കുറയും, രോഗം കൂടുതൽ പുരോഗമിക്കുന്നതും കുറയും. ഒരു വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ഈ കോവിഡ് ടൈമിൽ നമ്മൾ കണ്ടത്. ഈ 2 കൊല്ലം പലവരും വീട്ടിൽ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് പാർക്കിൻസന്റെ എണ്ണം ഒത്തിരി കൂടുക, ഡിമെൻഷ്യയുടെ എണ്ണം. അപ്പൊ അതാ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഡെയിലി നമ്മൾ ചെയ്യുക, സോഷ്യലി ഇൻവോൾവ് ആയിട്ടിരിക്കുക. അത് ഓൺലൈൻ ആവണോ അല്ലെങ്കിൽ മറ്റു ഇപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉണ്ട്, അവസരങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ നന്നായി യൂസ് ചെയ്താൽ, പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ അസുഖത്തെ 2 രീതിയിൽ, ഒന്ന് ഇപ്പൊ ഒരു പ്രായമുള്ള 50 ആൾക്ക് നാളെ പാർക്കിൻസൺ വരാൻ, അത് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി വൈകിപ്പിക്കാൻ പറ്റും. 2, അതിന്റെ പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് ഒരു വിറയൽ രോഗം മാത്രമല്ല, അതിനോട് അനുബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അത് മാനസിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ, പിന്നെ നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. പക്ഷേ അത് നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് കണ്ടെത്തി അത് എന്താണെന്ന് നിരീക്ഷിച്ച് ഡോക്ടറോട് പറഞ്ഞ് മരുന്നിൽ മാറ്റം വരുത്തി ചികിത്സിച്ചാൽ നല്ല രീതിയിൽ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ രോഗം വരാതിരിക്കാനോ അല്ലെങ്കിൽ രോഗം വരുന്നതിന് അതിനെ രോഗപുരോഗതി തടയാനോ ഡോക്ടർ പറഞ്ഞ പോലെ വ്യായാമവും നല്ല ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ, അതായത് മാനസിക പിരിമുറുക്കമൊക്കെ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗത്തെ നമുക്ക് പിടിച്ചു നിർത്താനും സാധിക്കും. നല്ലൊരു ക്വാളിറ്റി ലൈഫ് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പറ്റും. അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഞാൻ പലപ്പോഴും പറയാം, നല്ല ഒരു ഇമോഷണൽ സപ്പോർട്ട് അറ്റ് ഹോം ഉണ്ടെങ്കിൽ, വീട്ടിലുള്ളവർ നല്ല ഇതായി തന്നെ, അപ്പൊ എനിക്ക് മാനസികമായിട്ട് ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നന്നായിട്ട് സപ്പോർട്ട് ഉള്ളവര് പല പേഷ്യന്റും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് പേഷ്യന്റാണ് ഏറ്റവും അവർക്ക് നല്ല വീട്ടിലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് അസുഖം കൂടാതിരിക്കും. അതും വലിയൊരു കാര്യമാണ്. അപ്പോൾ പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചുള്ള വളരെ പ്രയോജനപ്രദമായ, രോഗിയും രോഗിയുടെ കൂടെയുള്ളവരും അറിഞ്ഞിരിക്കേണ്ട വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. ഈ വിലപ്പെട്ട വിവരങ്ങൾക്ക് വളരെ നന്ദി.